ുകൊണ്ട് വവരിസ സുലൈമാനു ദാവൂദ് വവരിസ സുലൈമാനു, സുലൈമാൻ അനന്തരമെടുക്കുകയുണ്ടായി. വരിസ അനന്തരമെടുത്തു. വറാസത്ത്, ഇർസ് എന്നൊക്കെ നമ്മൾ പറയും അനന്തരാവകാശത്തിന്. വവരിസ സുലൈമാനു, സുലൈമാൻ അനന്തരമെടുത്തു അല്ലെങ്കിൽ പിൻഗാമിയായി ദാവൂദിന്റെ. അപ്പൊ ദാവൂദിനെ സുലൈമാൻ അനന്തരമെടുത്തു. ദാവൂദിനെ സുലൈമാൻ അനന്തരമെടുത്തു അലൈഹിമുസ്സലാം. വഖാല അദ്ദേഹം പറയുകയും ചെയ്തു, യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ വാക്കാണ്. യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ. ഉല്ലിംനാ, ഞങ്ങൾ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഉല്ലിംന, അല്ലമ പഠിപ്പിച്ചു, ഉല്ലിമ പഠിപ്പിക്കപ്പെട്ടു. മന്തിഖത്തൈരി, പക്ഷികളുടെ സംസാരം. മന്തിഖ് എന്ന് പറഞ്ഞാൽ സംസാരം. അത്വൈർ, പക്ഷികളുടെ സംസാരം ഞങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വഊതീന, ഞങ്ങൾക്ക് നൽകപ്പെടുകയും ചെയ്തിരിക്കുന്നു. ആത നൽകി, ഊതിയ നൽകപ്പെട്ടു. വഊതീന, ഞങ്ങൾക്ക് നൽകപ്പെടുകയും ചെയ്തിരിക്കുന്നു. മിൻ കുല്ലി ശൈഇൻ, എല്ലാ കാര്യങ്ങളും. മിൻ കുല്ലി ശൈഇൻ, എല്ലാ കാര്യങ്ങളും. ഇന്ന ഹാദാ, നിശ്ചയമായും ഇത് ലഹുവൽ ഫദ്ലുൽ മുബീൻ, വ്യക്തമായ അനുഗ്രഹം തന്നെയാണ്, ഔദാര്യം തന്നെയാണ്. ലഹുവൽ ഫദ്ലുൽ മുബീൻ, ഏറ്റവും വ്യക്തമായ അനുഗ്രഹം തന്നെയാണ്. അപ്പൊ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്, ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മകനാണല്ലോ സുലൈമാൻ അലൈഹിസ്സലാം. അദ്ദേഹം വരിസ അനന്തരമെടുത്തു. സുലൈമാൻ അലൈഹിസ്സലാം അനന്തരമെടുത്തു. ആരെ? ദാവൂദ, പിതാവായ ദാവൂദ് നബി അലൈഹിസ്സലാമിനെ. ഇവിടെ സാധാരണഗതിയിൽ അനന്തരാവകാശമെടുക്കുക, അനന്തരം വീതിക്കുക, ഓഹരി വെക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് സമ്പത്താണ്. അതുകൊണ്ട് നമ്മൾ സാധാരണയായി ഉദ്ദേശിക്കാറുള്ളത്. ഇവിടെ മുഫസ്സിറുകൾ പ്രത്യേകം എടുത്തു പറയുന്നതായി കാണാം. ഇബ്നു കസീർ റഹ്മഹുള്ളയെ പോലെയുള്ള ധാരാളം മുഫസ്സിറുകൾ പ്രത്യേകം എടുത്തു പറഞ്ഞു, ഐ ഫിൽ മുൽക്കി വന്നുബുവത്തി എന്ന്. അധികാരവും അഥവാ രാജപദവിയും നുബുവത്തുമാണ് അനന്തരമെടുത്തത്. ബാപ്പയെ പോലെ തന്നെ, ബാപ്പയും രാജാവുമായിരുന്നു, അതുപോലെ തന്നെ നബിയും ആയിരുന്നു, നല്ല ഇൽമ് നൽകപ്പെട്ട വ്യക്തിയുമായിരുന്നു. ആ മൂന്ന് കാര്യങ്ങളും ആരും അനന്തരമെടുത്തു? സുലൈമാൻ നബി അലൈഹിസ്സലാമും രാജാവുമായിരുന്നു, അതുപോലെ തന്നെ നബിയുമായിരുന്നു, ആലിമുമായിരുന്നു. ഇത് മൂന്നും ഒത്തിണങ്ങിയിരുന്നു മൂവർക്കും. പിന്നെ ചില വ്യത്യാസങ്ങൾ, അങ്ങുമിങ്ങും ചില കാര്യങ്ങൾ ഒരാൾക്കില്ലാത്തത് മറ്റേയാൾക്കുണ്ടായിരുന്നു, ഇയാൾക്കില്ലാത്തത് മറ്റേ വ്യക്തിത്വത്തിനുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മഹനീയമായ ഒരുപാട് ഗുണങ്ങൾ, ഇബാദത്തിലുള്ള അദ്ദേഹത്തിന്റെ മുന്നേറ്റം, നോമ്പ്, നമസ്കാരം, അതുപോലെ തന്നെ സംസാര ഭാഷണ ചാതുര്യം, വിധി കൽപ്പിക്കുന്നതിലുള്ള ആ വിഷയത്തിലുള്ള കുറേ കാര്യങ്ങൾ ഇരുവർക്കും നൽകപ്പെട്ട കാര്യങ്ങളാണ്. ആ വിധത്തിൽ
സുലൈമാൻ നബി അലൈഹിസ്സലാം ദാവൂദ് നബി അലൈഹിസ്സലാമിനെ അനന്തരമെടുത്തു. അപ്പൊ അനന്തരമെടുത്തത് സമ്പത്തല്ല,